Hi, Taste of your choice like എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചക്ക ഐസ്ക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം നമ്മൾ ഒരു പാൽ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് റെഡിയാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇതിനകത്ത് ചക്ക വേവിക്കുന്ന ഒന്നും ഞാൻ ഇനി കാണിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അതിന്റെ ലിങ്ക്. അപ്പം ഈ ഐസ്ക്രീം എങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഇതിനായിട്ടൊരു സോസ്പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് നമുക്കിനിയും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് പാലൊന്ന് തിക്കായി വരാൻ വേണ്ടി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം റെഡിയാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിക്കകത്തേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ആ മാവ് ഒന്ന് ലൂസായി വരാൻ വേണ്ടി കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നങ്ങ് കലക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഗോതമ്പിൻ്റെ മിക്സ് ഇതേപോലെ ലൂസായിട്ട് ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പം പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പാലിൻ്റെ കൂടെ തന്നെ മിക്സ് കലക്കിയതിന് ശേഷം ചൂടാക്കാം. ഇപ്പം ഞാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് പാലൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയുടെ. എനിക്ക് ആ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം, ചെറിയൊരു കട്ട മാതിരി അതിനകത്ത് കിടപ്പുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ മാറിക്കോളും. ഇനി പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പം തന്നെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഇത് ഗ്യാസിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം പാലിൻ്റെ മിക്സും അതുപോലെ തന്നെ ചക്കയുടെ പൾപ്പും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചക്കയുടെ പൾപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. വേവിച്ചതിന് ചക്ക നല്ല പഴുത്ത ചക്ക വേവിച്ചതിന് ശേഷം അപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചതാണ്. അപ്പം ഇതോടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നമ്മളിതൊരു 8 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതൊന്നുകൂടി അടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഐസ്ക്രീമൊക്കെ എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഫുള്ള് ഫ്രീസറിൽ വെച്ചതാണ്. 8 മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെക്കാം. പക്ഷേ ഇത്രയും സമയങ്ങളിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റായി. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇതിനി ഞാൻ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിക്കുകയാണ്. നമ്മൾ പാല് കൊണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. ഒന്നും കൂടി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, ഇത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നമ്മൾ ഇതേ ട്രേയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇനി നമ്മളിതൊരു വീണ്ടും ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു 5 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷമേ ഐസ്ക്രീം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാവൂ. ഇതിപ്പോൾ ഞാനൊരു 7-8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെളിയിലെടുത്ത് വെച്ചിരുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ വെച്ചതിനെക്കാട്ടിലും രണ്ടാമത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുള്ള, അതായത് പാല് വെച്ചിട്ടുള്ള ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. പക്ഷേ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുമ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ അത്രയും പെർഫെക്ഷൻ നമ്മൾ ഈ ഒരു ഐസ്ക്രീമിന് കിട്ടത്തില്ല. ടേസ്റ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഐസ്ക്രീമിന്. അതുപോലെ തന്നെ നല്ലൊരു എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീം തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസ്ക്രീമും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.